എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ജൂൺ 29 മുതൽ ജൂലൈ 3-ാം തീയതി വരെ നടത്തുന്ന +2-ന്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷയ്ക്ക് എങ്ങനെ അപേക്ഷിക്കാം, എത്ര വിഷയങ്ങളാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെയാണ് അപേക്ഷിക്കാൻ വേണ്ടത്, എത്ര രൂപയാണ് ഫീസ് എന്നിങ്ങനെ, അതുപോലെ ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമാണ്. ഇത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്ത് സ്കൂളിൽ നൽകാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ പോയി നിങ്ങൾക്ക് ഫോം കിട്ടും. ആ ഒരു ഫോം വാങ്ങി നിങ്ങൾക്ക് പൂരിപ്പിച്ച് നൽകാവുന്നതാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ഫോമോ അതല്ലെങ്കിൽ ജസ്റ്റ് കളിയായിട്ടുള്ള ഒരു മോഡൽ ഫോമോ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് നൽകുന്നതായിരിക്കും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും നിങ്ങൾക്ക് ആ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തേത് വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമാണ് ആവശ്യമായിട്ടുള്ളത്. രണ്ടാമത്തേത് വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഈ ഒരു ഫോമിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ആണ് ആവശ്യമായിട്ടുള്ളത്. മൂന്നാമത്തേത് നിങ്ങളുടെ +2-ന്റെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടാണ് വേണ്ടത്. അടുത്തത് നാലാമത്തേത് നിങ്ങൾക്ക് എത്ര രൂപയാണ് ടോട്ടലായിട്ട് വരുന്ന ഫീസ്, ഇത്രയാണ് വേണ്ടത്. ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങളുടെ 2026 മാർച്ച് മാസത്തിൽ നിങ്ങൾ +2 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന സ്കൂൾ ഏതാണോ ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനെ വിദ്യാർത്ഥികൾ ജൂൺ 1-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് ഈ ഒരു അപേക്ഷാ ഫോമും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഫീസ് എത്രയാണ് ആ ഒരു ഫീസും +2-ന്റെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടും സഹിതം നിങ്ങൾക്ക് ഒരു അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ജൂൺ 1-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഒരു അപേക്ഷ നൽകാൻ സാധിക്കുക. ഇനി ജൂൺ 3-ാം തീയതി വരെ നിങ്ങൾക്ക് അത് ജൂൺ 2 മുതൽ ജൂൺ 3-ാം തീയതി വരെ 600 രൂപ ഫൈനോടുകൂടി, അത് നിങ്ങൾക്ക് എത്ര രൂപയാണോ ഫീസ് വരുന്നത് അതിൻ്റെ കൂടെ അധികമായിട്ട് 600 രൂപ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു +2-ന്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷകൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ടില്ല, ഓഫ്ലൈനായിട്ടാണ് ഈ ഒരു അപേക്ഷയുള്ളൂ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ 2026 മാർച്ച് മാസത്തിലെ +2-ന്റെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന സ്കൂൾ ഏതാണോ ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് ഈ ഒരു അപേക്ഷ നേരിട്ട് നിങ്ങൾ നൽകേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് അതിനു മുമ്പായിട്ട് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 2026 മാർച്ച് മാസത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന +2-ന്റെ പബ്ലിക് എക്സാമിനേഷന് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കും ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കാം. അതായത് ഇപ്പോൾ +2-ന്റെ പബ്ലിക് എക്സാമിനേഷനിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തു, പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളെല്ലാം പരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥികളെല്ലാം എന്നിങ്ങനെ 2026 മാർച്ചിലെ പരീക്ഷയ്ക്ക് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള സബ്ജക്റ്റുകളിൽ ഏതൊക്കെ വിഷയങ്ങൾ നിങ്ങൾക്ക് എഴുതണം, ഇംപ്രൂവ്മെൻറ്റ് ഏതാണ്, അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു വിഷയങ്ങൾക്ക് +2-ന്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയമാണ്, അപ്പോൾ 2026 മാർച്ച് മാസത്തിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാത്തൊരു വിദ്യാർത്ഥി ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത്. 2026 മാർച്ച് മാസത്തിലെ +2-ന്റെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിക്കും ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് സാധിക്കുന്നതല്ല. എന്നാൽ 2026 മാർച്ചിലെ +1-ലെയോ +2-ലെയോ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത ഒരു വിദ്യാർത്ഥിയുടേത് ഓട്ടോമാറ്റിക്കലി +2 പരീക്ഷ കൂടി രജിസ്ട്രേഷൻ ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ 2026 മാർച്ചിലെ +1 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി 2026 മാർച്ച് മാസത്തിലെ പരീക്ഷ എഴുതാതെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാതിരുന്ന മറ്റ് വിദ്യാർത്ഥികളാണ്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 2026 നവംബർ മാസത്തിൽ 2026 മാർച്ചിലെ +1 +2 പരീക്ഷകൾക്കായിട്ടുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കും. അപ്പോൾ ആ ഒരു നവംബർ മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +2-ന്റെ ഈ ഒരു അതായത് പബ്ലിക് എക്സാമിനേഷന് വേണ്ടി രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. നവംബറിൽ ഏത് ദിവസം വേണമെങ്കിലും രജിസ്ട്രേഷൻ വരാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എവിടെയൊക്കെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി എത്ര സബ്ജക്റ്റുകളാണ് വിദ്യാർത്ഥികൾക്ക് ഒരു അപേക്ഷ നൽകാൻ സാധിക്കുക എന്നുള്ള കാര്യം പറയാം. അപ്പോൾ നിങ്ങൾക്ക് സേ പരീക്ഷയാണെങ്കിൽ, സേ പരീക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉള്ള വിഷയം, പ്രാക്ടിക്കൽ ഉള്ളത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 60 മാർക്ക് വിഷയമാണ്. അപ്പോൾ 60 മാർക്ക് വിഷയത്തിൽ 2 വർഷം കൂടിയുള്ള നിങ്ങളുടെ TE മാർക്കോ അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് ഉള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ TE മാർക്കും ഗ്രേസ് മാർക്കും ഉൾപ്പെടെ കൂട്ടുമ്പോൾ 60 മാർക്ക് വിഷയമാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 36 മാർക്ക് 2 വർഷം കൂടി ഗ്രാൻഡ് ടോട്ടൽ കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഇനി 80 മാർക്ക് വിഷയമാണെങ്കിൽ 2 വർഷം കൂടി TE മാർക്കോ അല്ലെങ്കിൽ TE മാർക്ക് പ്ലസ് ഗ്രേസ് മാർക്കോ നിങ്ങളുടെ ഗ്രാൻഡ് ടോട്ടലിലേത് കൂട്ടുന്ന സമയത്ത് നിങ്ങളുടെ റിസൾട്ട് ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് റിസൾട്ടിലുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൂട്ടുന്ന സമയത്ത് 80 മാർക്ക് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 48 മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷ ജയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു 60 മാർക്ക് വിഷയത്തിൽ 2 വർഷം കൂടിയുള്ള നിങ്ങളുടെ ഗ്രാൻഡ് ടോട്ടലിലെ TE മാർക്ക് പ്ലസ് ഗ്രേസ് മാർക്കോ ലഭിച്ചിട്ടുള്ള ഈ ഒരു മാർക്ക് കൂട്ടുന്ന സമയത്ത് 60 മാർക്ക് വിഷയത്തിൽ 36, 80 മാർക്ക് വിഷയത്തിൽ 48 കിട്ടാതെ എല്ലാ വിഷയങ്ങളും വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു +2-ന്റെ സേ പരീക്ഷയ്ക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്യണം. ഇനി അതേസമയം 36, 48 അതിന് മുകളിലോട്ടോ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ മാർക്ക് മെച്ചപ്പെടുത്തുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ്. ഒരു വിഷയം മാത്രമാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമായിട്ടുള്ളത്. എന്നാൽ ഗൾഫ് റീജിയനിൽ, അതായത് ഗൾഫ് മേഖലയിൽ 2026 മാർച്ചിലെ +2 പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്ന, രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് 6 വിഷയം വേണമെങ്കിൽ 6 വിഷയം
ഈ ഒരു പ്ലസ് ടുവിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അത് സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്ലസ് ടുവിൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ ഫീസിൻ്റെ കാര്യം പറയാം. എത്ര വിഷയം നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്നുള്ള കാര്യം കൂടി പറയാം. സേ പരീക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയമാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് 150 രൂപ പെർ സബ്ജക്റ്റും, ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉള്ള വിഷയം, അതിപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലിൻ്റെ പരീക്ഷ എഴുതുന്നില്ലെങ്കിൽ കൂടി അതിന് 175 രൂപ പെർ സബ്ജക്റ്റും, ഇതിൻ്റെ കൂടെ ടോട്ടലായിട്ട് 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. നിങ്ങൾക്ക് എത്ര വിഷയത്തിന് 36 48 കിട്ടാത്തതുണ്ടോ ആ ഒരു എല്ലാ വിഷയവും വിദ്യാർത്ഥികൾക്ക് ഒരു പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയ്ക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളത് പ്ലസ് ടുവിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണ്. പ്ലസ് ടുവിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ആകെ ഒരു വിഷയം മാത്രമാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക. ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 500 രൂപ പെർ സബ്ജക്റ്റും അതിൻ്റെ കൂടെ 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഗൾഫ് മേഖലയിൽ പ്ലസ് ടു പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ 6 വിഷയം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലസ് ടുവിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. 500 രൂപയാണ് പെർ സബ്ജക്റ്റ് ഫീസ് വരുന്നത്. അതിൻ്റെ കൂടെ 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസാണ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്കൊരു അപേക്ഷാ ഫീസ് എന്നുള്ള രീതിയിൽ വരുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക് ഒരു അപേക്ഷാ ഫോം എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപേക്ഷാ ഫോം പൂരിപ്പിക്കുന്നതിനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപേക്ഷാ ഫോം പൂരിപ്പിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ ഈ ഒരു ഫോം നിങ്ങൾക്ക് അതായത് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനുശേഷം അത് പ്രിൻ്റ് എടുത്ത് നിങ്ങൾക്ക് ഒരു അപേക്ഷ നൽകാൻ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സ്കൂൾ മുഖാന്തരം ഫോം വാങ്ങിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ പോയിട്ട് ഫോം വാങ്ങിച്ച് നിങ്ങൾക്ക് പൂരിപ്പിച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ നൽകിക്കൊണ്ട് ഒരു അപേക്ഷ നൽകാവുന്നതാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ഓഫ്ലൈൻ അപേക്ഷയാണ്, ഓൺലൈനായിട്ട് ഇതിന് അപേക്ഷയില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ അക്ഷയ വഴിയൊന്നും അപേക്ഷിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ നേരിട്ട് മാർച്ചിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് ഈ ഒരു അപേക്ഷയും ഫീസും നൽകേണ്ടതായിട്ടുള്ളത്. ഈ ഒരു ഫോം എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ള കാര്യം നോക്കാം. അതുപോലെ തന്നെ വിഷയങ്ങളുടെ ഡീറ്റെയിൽസ് എങ്ങനെ രേഖപ്പെടുത്താം എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യം പൂരിപ്പിക്കാനുള്ളത് നെയിം ആൻഡ് ഇയർ ഓഫ് എക്സാമിനേഷൻ എന്നുള്ള അവിടെ നിങ്ങൾ എഴുതേണ്ടത് പ്ലസ് ടുവിൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ സേവർ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ജൂൺ 2026 ഇവിടെ എഴുതുക. അടുത്തത് നിങ്ങൾ നിലവിൽ മാർച്ച് മാസത്തിൽ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്ന സ്കൂളിൻ്റെ നമ്പറും സ്കൂളിൻ്റെ കോഡും അതുപോലെ തന്നെ സ്കൂളിൻ്റെ പേരുമാണ് അവിടെ നിങ്ങൾ എഴുതേണ്ടതായിട്ടുള്ളത്. ഇനി മൂന്നാമത്തേത് സ്ട്രീം ഓഫ് സ്റ്റഡി എന്നുള്ളത് നിങ്ങൾ ഹയർ സെക്കൻഡറി ആണോ, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ആണോ, ആർട്ട് ഹയർ സെക്കൻഡറി ആണോ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണോ, ഇക്കലൻസി ആണോ, ഏതാണെന്നനുസരിച്ച് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഹയർ സെക്കൻഡറി ആയതുകൊണ്ട് അത് അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി അതുപോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് സ്റ്റഡി എന്നുള്ള ഭാഗത്ത് ഞാൻ സയൻസ് വിഭാഗമായതുകൊണ്ട് അത് സെലക്ട് ചെയ്യുന്നു. നിങ്ങളിപ്പോൾ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, അതർ വിഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കാം. അടുത്തത് കാറ്റഗറിയാണ്. കാറ്റഗറി എന്ന് പറയുമ്പോൾ സ്കൂൾ ഗോയിങ്, അതുപോലെ തന്നെ സ്കോൾ കേരള, കമ്പാർട്ട്മെൻറ്റൽ, ലാറ്ററൽ എൻട്രി, സ്പെഷ്യൽ കാറ്റഗറി, അതർ എന്നുള്ളതാണ്. ഈ വർഷം പ്ലസ് ടു പരീക്ഷ എഴുതിയിട്ട് പാസ്സാവാത്ത വിദ്യാർത്ഥികളോ പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികളോ ആണെങ്കിൽ സ്കൂൾ ഗോയിങ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗമോ സ്കോൾ കേരളയോ ലാറ്ററൽ എൻട്രി വിഭാഗമോ സ്പെഷ്യൽ കാറ്റഗറിയോ അതർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതുമാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്കത് ടിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് സ്കീമാണ്. സ്കീം നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ ഹാൾ ടിക്കറ്റ് നോക്കിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാം. കാരണം ന്യൂ സ്കീമാണോ ഓൾഡ് സ്കീമാണോ എന്നുള്ളതനുസരിച്ച് അതിനനുസരിച്ച് നിങ്ങൾക്ക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അതിനനുസരിച്ചാണ് കിട്ടുക. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ നൽകുന്ന ആ ഒരു സ്കീം എന്ന് പറയുന്നത് ന്യൂ സ്കീമാണോ ഓൾഡ് സ്കീമാണോ എന്നത് നിങ്ങൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ലഭിക്കുന്നത്. അതിലെന്തെങ്കിലും ഡൗട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ സ്കൂളിൽ ചോദിച്ച ശേഷം മാത്രം അത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ നിങ്ങളുടെ പേരാണ്. നിങ്ങളുടെ പേരെന്താണോ അതിവിടെ എഴുതുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ നിങ്ങളുടെ ജെൻഡർ, അതായത് മെയിലാണോ ഫീമെയിലാണോ ട്രാൻസ്ജെൻഡർ ആണോ എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് അത് ടിക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തത് നിങ്ങളുടെ റിലീജിയൻ കാസ്റ്റ്, അത് ജാതി മതം എന്താണോ അത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾ SC ആണോ ST ആണോ OEC ആണോ OBC ആണോ അതറാണ് എന്നുള്ളതാണ്. ഞാൻ OBC ആയതുകൊണ്ട് OBC സെലക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് അതിനനുസരിച്ച് അത് ടിക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഇവിടെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കാനുണ്ട്. അടുത്തതായിട്ട് നിങ്ങളുടെ SLC പാസ്സായ മാസം, വർഷം, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പർ ആണ്. അടുത്തത് നിങ്ങളുടെ അഡ്മിഷൻ നമ്പർ അല്ലെങ്കിൽ സ്കോൾ കേരള അല്ലെങ്കിൽ KLSMA രജിസ്ട്രേഷൻ നമ്പർ, KSLMA രജിസ്ട്രേഷൻ നമ്പറാണ്. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ ഡയറി നോക്കിയാൽ അഡ്മിഷൻ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മുൻപത്തെ ഹാൾ ടിക്കറ്റോ അതല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിലോ ചോദിച്ചതിന് കൃത്യമായിട്ട് നിങ്ങളുടെ അഡ്മിഷൻ നമ്പറും കാര്യങ്ങളും മനസ്സിലാവുന്നതാണ്. അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ ലാസ്റ്റ് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്ന എക്സാമിനേഷൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങൾ ഏത് മാസമാണ്, അതായത് ഇപ്പോൾ മാർച്ച് മാസത്തെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ ഏത് മാസമാണെന്നുള്ളത് മാർച്ച്, അതുപോലെ ഇയർ 2026, രജിസ്ട്രേഷൻ നമ്പർ എന്നിവ കറക്റ്റായിട്ട് എഴുതുക. ഇനി അടുത്തതായിട്ടുള്ളത് 15ാമത്തേതാണ്. 15ാമത്തേത് എന്ന് പറയുന്നത് സബ്ജക്ട്സ് അപ്പിയറിംഗ് സ്പെസിഫൈ ദ സബ്ജക്ട്. അതായത് നിങ്ങൾ ഏതൊക്കെ പരീക്ഷയാണ് പ്ലസ് ടുവിൻ്റെ സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ പാർട്ട് 1 എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. പാർട്ട് 2 എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള മലയാളം, ഹിന്ദി, സംസ്കൃതം,
ഉറുദു, അറബിക് ഇതുപോലുള്ള സബ്ജക്റ്റുകളാണ്. പാർട്ട് 3 എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും പാർട്ട് 3യിലാണ് വരിക. ഞാനിപ്പോൾ ഇംഗ്ലീഷും കെമിസ്ട്രിയുമാണ് എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ട് 1 എന്നുള്ളത് ഇംഗ്ലീഷ് എന്ന് എഴുതുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, പാർട്ട് 3യിലാണ് കെമിസ്ട്രി എഴുതുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ട് 3 കെമിസ്ട്രി എന്ന് എഴുതുന്നു. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടിക്ക് ദ ലാംഗ്വേജ് ഇഫ് ദ കാൻഡിഡേറ്റ് വിഷ് ടു റൈറ്റ് ദ പാർട്ട് 3 സബ്ജക്ട്സ് ഇൻ മലയാളം ഓർ തമിഴ് അല്ലെങ്കിൽ കന്നഡ. അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് സാധാരണ സബ്ജക്റ്റിൻ്റെ പരീക്ഷ എഴുതുന്നത്, പാർട്ട് 3 സബ്ജക്റ്റിൻ്റെ പരീക്ഷ എഴുതുന്നത്. എന്നാൽ നിങ്ങൾക്ക് ചില വിദ്യാർത്ഥികൾക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ അതിൻ്റെ തിയറി ഭാഗം നിങ്ങൾക്ക് മലയാളത്തിൽ അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ വിഭാഗത്തിൽ നിങ്ങൾക്ക് ആ ഒരു ഭാഷയിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് അറിയാം, എന്നാൽ ഇംഗ്ലീഷിൽ എഴുതാൻ അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രാദേശിക ഭാഷ ഏതാണോ അതിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള മലയാളം അല്ലെങ്കിൽ തമിഴ്, കന്നഡ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ കെമിസ്ട്രിയുടെ തിയറി പാർട്ട് ഇംഗ്ലീഷിലും എഴുതാം, അതുകൂടാതെ തന്നെ മലയാളത്തിലും എഴുതാനായിട്ട് സാധിക്കും. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിങ്ങൾ മലയാളത്തിലോ അല്ലെങ്കിൽ തമിഴിലോ കന്നഡയിലോ തന്നെ എഴുതണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് മലയാളത്തിലും അതിൻ്റെ തിയറി ഭാഗം എഴുതാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങൾ പരീക്ഷ എഴുതുന്നുണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. +2 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ ഒറ്റൊരു സബ്ജക്റ്റ് മാത്രമാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി സേ പരീക്ഷയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഏത് തോറ്റ വിഷയം നിങ്ങൾക്ക് അതായത് 36, 48 കിട്ടാത്ത ഏത് വിഷയം വേണമെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഒരു സേ പരീക്ഷയ്ക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം. അതുപോലെ ഗൾഫ് മേഖലയിൽ +2 പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് 6 വിഷയം വേണമെങ്കിൽ 6 വിഷയവും +2 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ടുള്ള സൗകര്യം നിലവിൽ ലഭ്യമാണ്. ഇനി അടുത്തതായിട്ട് 16ാമത്തെ ക്വസ്റ്റ്യനാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മുകളിൽ രേഖപ്പെടുത്തിയ വിഷയങ്ങളുടെ മുൻ പരീക്ഷകളുടെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. ഞാനിവിടെ മുമ്പ് അതായത് ആ ഒരു 15ാമത്തേതിൻ്റെ അവിടെ പാർട്ട് 1 ആയിട്ടുള്ള ഇംഗ്ലീഷും അതുപോലെ തന്നെ പാർട്ട് 3 വിഭാഗത്തിൽ വരുന്ന കെമിസ്ട്രിയുമാണ് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇംഗ്ലീഷ്, കെമിസ്ട്രി എന്നിവ എഴുതുന്നു. അതിനുശേഷം അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, മാർച്ചിലെ രജിസ്ട്രേഷൻ നമ്പർ എന്താണോ അത് ഞാൻ അവിടെ എഴുതുന്നു. അതുപോലെ തന്നെ അതിനുശേഷം മന്ത് ആൻഡ് ഇയർ എന്ന് പറയുമ്പോൾ മാർച്ച് 2026 എന്ന് എഴുതുന്നു. അതിനുശേഷം അടുത്തതായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എലിജിബിൾ ഓർ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് ചോദിക്കുന്നത്. ഈ കമ്പാർട്ട്മെൻറ്റ് എന്നാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ എലിജിബിൾ എന്നും, അതായത് ഇംപ്രൂവ്മെൻറ്റ് എഴുതുന്ന വിദ്യാർത്ഥികൾ ജയിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എലിജിബിൾ എന്നും, അല്ലാതെ വിദ്യാർത്ഥികൾ നോട്ട് എലിജിബിൾ ഒന്നും എഴുതാൻ ശ്രദ്ധിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഗ്രേഡ് ഓർ സ്കോർ അപ്റ്റൈൻഡ്, നിങ്ങൾക്ക് അവിടെ +2 TE മാർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവറോളായിട്ട് ലഭിച്ച ഗ്രേഡ് ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ രേഖപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു TE മാർക്ക് എത്രയാണോ നിങ്ങൾക്ക് ഗ്രാൻഡ് ടോട്ടലായിട്ട് കിട്ടിയുള്ളത് അതിലെ TE മാർക്കാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ അതിൻ്റെ ആ ഒരു TE മാർക്ക് എത്രയാണോ അതിവിടെ നിങ്ങൾ എഴുതുക. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത്രയാണ് ഈ ഒരു 16ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആ ഒരു ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. അതായത് നിങ്ങൾ മുകളിൽ കൊടുത്ത സബ്ജക്റ്റുകൾക്ക് മുമ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് ഡീറ്റെയിൽസും അതിൻ്റെ രജിസ്ട്രേഷൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെയാണ് ചോദിക്കുന്നത്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫീസ് അടച്ചതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ ട്രഷറി മുഖാന്തരമാണ് ഫീസ് അടച്ചിട്ടുണ്ട് എന്നുള്ളെങ്കിലാണ് ഇത് പൂരിപ്പിക്കേണ്ടതായിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ സ്കൂൾ വഴിയാണ് ഫീസ് അടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ അധികൃതർ തന്നെ, അതായത് സ്കൂളിലെ പ്രിൻസിപ്പാൾ തന്നെ ഈ ഒരു ഫോമിൻ്റെ ആ ഒരു 17ാമത്തെ ഫീ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രഷറി മുഖേന ഫീസ് അടച്ചിട്ടുള്ളവർ മാത്രം 17ാമത്തേത് ആ ഒരു ഫില്ല് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ 18ാമത്തേത് നിങ്ങൾ SC/ST ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വല്ല എഡ്യൂക്കേഷൻ കൺസെഷൻ വിദ്യാഭ്യാസ ആനുകൂല്യം നേടുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്യാൻ. ഞാനിപ്പോൾ നോ എന്നാണ് ടിക്ക് ചെയ്തിട്ടുള്ളത്, കാരണം ഒരു ആനുകൂല്യം കിട്ടാത്തതുകൊണ്ടാണ്. ഇനി അടുത്തതായിട്ടുള്ളത് SC/ST OEC OBC വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഇത് ഫസ്റ്റ് ടൈമാണോ സെക്കൻഡ് ടൈമാണോ ഈ ഒരു പരീക്ഷ എഴുതുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഉത്തരം സെക്കൻഡ് എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് ഈ നിങ്ങൾ സെക്കൻഡ് എന്നാണ് കൊടുത്തതെങ്കിൽ ഇത് നിങ്ങളുടെ +2 കണ്ടിന്യൂസ് പീരീഡ് ഓഫ് +2 കണ്ടിന്യൂസ് പീരീഡ് ആയിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് അല്ലാത്തതുകൊണ്ട് നിങ്ങൾ +2 പരീക്ഷ വരെയാണ് കണ്ടിന്യൂസ് പീരീഡ്. +2 റിസൾട്ട് വന്ന ശേഷം പിന്നീട് സേ പരീക്ഷ എന്ന് പറയുമ്പോൾ അത് പിന്നീട് കണ്ടിന്യൂസ് ആയിട്ടുള്ള പീരീഡ് അല്ല, അതിനുകൊണ്ടാണ് നോ എന്ന് ടിക്ക് ചെയ്തത്. ഇനി അടുത്തതായിട്ടുള്ളത് ഡിക്ലറേഷൻ ആണ്. ഇവിടെ നിങ്ങളുടെ പേര്, അതായത് നിങ്ങൾ മുകളിൽ കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ സമ്മതിച്ചുകൊണ്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ സിഗ്നേച്ചറും ഇടുന്നു. അതുപോലെ നിങ്ങളുടെ പാരൻറ്റിൻ്റെ പേരും സിഗ്നേച്ചറും ഇട്ടിട്ട് ഇടുന്നു. അപ്പോൾ ഇത്രയാണ് ഇതിലുള്ളത്. ഇനി ഈ ഒരു അപേക്ഷാ ഫോമിൽ നിങ്ങളുടെ ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ച ശേഷം ഇതിൻ്റെ കൂടെ +2 റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടും അതിൻ്റെ കൂടെ എത്ര രൂപയാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്ന ഫീസ്, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ഫീസും എടുത്തുകൊണ്ട് നിങ്ങളുടെ 2026 മാർച്ചിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന സ്കൂളിലെ പ്രിൻസിപ്പാളിന് ഒരു അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.